102 സീറ്റ് നേടിയാണ് UDF അധികാരത്തിൽ വരുന്നത്. UDFനെ നയിക്കുന്നത് കോൺഗ്രസ്, പ്രധാനപ്പെട്ട ഘടകകക്ഷി മുസ്ലിം ലീഗ്. UDFന് ആശയപരമായി നേതൃത്വം നൽകിയത് ജമാഅത്തെ ഇസ്ലാമിയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു UDFലും VD സതീശൻ സർക്കാരിലും. VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നില്ല, KC വേണുഗോപാലായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന രൂപത്തിലുള്ള വാർത്തകൾ വരികയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ KC വേണുഗോപാൽ ആരംഭിക്കുകയും ചെയ്ത ഘട്ടത്തിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഏറ്റവും കൂടുതൽ ബാധിച്ചത്, തെരുവിലിറങ്ങിയത്, കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തിയത് എല്ലാം മുസ്ലിം ലീഗ് പ്രവർത്തകരായിരുന്നു എന്നും നമുക്കറിയാം. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവുമായിരുന്നു. മുസ്ലിം ലീഗ് നേതൃത്വം അവസാന നിമിഷം UDF യോഗം ബഹിഷ്കരിക്കുന്ന ഘട്ടത്തിൽ വരെ എത്തിയിരുന്നു. എല്ലാം VD സതീശന് വേണ്ടി. അതേ VD സതീശൻ ഇതാ ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിന്, മുസ്ലിം ലീഗിന് എതിരായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു. കേരളത്തിൽ CPMനെതിരെ, LDFനെതിരെ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം CPIM BJPയുമായി സന്ധി ചെയ്യുന്നു, BJPയുടെ അജണ്ട CPM നടപ്പാക്കുന്നു എന്നതാണ്. ചെറിയ പ്രചാരണമല്ല നടന്നത്. കോൺഗ്രസ് നേതൃത്വം അത് ഏറ്റെടുക്കുകയും ചെയ്തു. പ്രമുഖ മാധ്യമങ്ങൾ അതിന് വൻ പ്രചാരണം നൽകുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ടയായി അത് മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം LDFനെതിരെ വോട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങളാണ് UDFനെ അധികാരത്തിലേറ്റിയത് എന്ന് പറയാം, VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയതും. മറ്റു പല ഘടകങ്ങളുമുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെയോ അതേക്കുറിച്ചൊന്നും പരാമർശിക്കുകയോ ചെയ്യാതെ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമായിരുന്നു എന്നതുകൊണ്ടാണ്. അവരുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക. BJPയുടെ ഒരു അജണ്ടയും UDF സർക്കാർ നടപ്പിലാക്കില്ല. BJPയുമായി ഒരു തരത്തിലുള്ള സന്ധിയും ചെയ്യില്ല UDF. ഇതൊക്കെയാണ് ന്യൂനപക്ഷങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നതും അവർ പറഞ്ഞതും. അതിനു വേണ്ടിയിട്ടാണ് അവർ നിലകൊണ്ടതും. പക്ഷെ ഇന്നോ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. ഏറ്റവും ഒടുവിൽ പുതിയ തീരുമാനം വന്നു. രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചു. അതിലെന്താണ് തെറ്റ്? മുതിർന്ന IAS ഓഫീസർ, അദ്ദേഹത്തിന് കൃത്യമായ പദവി നൽകി, അതിൽ ഒരു തെറ്റുമില്ല എന്ന് വാദിക്കുന്നവരോട് ഒന്ന് ബംഗാളിലേക്ക് പോയി വരാൻ നമുക്ക് പറയാം. കാരണം ബംഗാളിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന മനോജ് കുമാർ IASനെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു BJP സർക്കാർ. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. അന്ന് രാഹുൽ ഗാന്ധി നിശ്ചിത വിമർശനവുമായി രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, വലിയ മോഷണമാണ് നടന്നത്, അതിനാണ് ഈ പ്രതിഫലം നൽകിയിരിക്കുന്നത് എന്ന്. മനോജ് അഗർവാളിനെ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന അദ്ദേഹത്തെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചത് BJPയെ അധികാരത്തിലേറ്റാൻ വോട്ടിൽ തെരഞ്ഞെടുപ്പിൽ തിരിമറി നടത്തി. അതിൻ്റെ ഫലമായിട്ടാണ് BJPക്ക് അധികാരം ലഭിച്ചത്. അതിനുള്ള പ്രതിഫലമാണ് നൽകിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറി സ്ഥാനം എന്ന്. കേരളത്തിൽ വലിയ ആരോപണമൊന്നും ഉയർന്നു വന്നിരുന്നില്ല. എന്നിരുന്നാലും BJPയുടെ ലെറ്റർ പാഡ് അല്ലെങ്കിൽ BJPയുടെ സീല് സർക്കാർ രേഖയിൽ എങ്ങനെ വന്നു എന്ന ചോദ്യമൊക്കെ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. അതൊരു കൈത്തെറ്റാണ് എന്നാണ് അന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ യു കേൽക്കർ പറഞ്ഞിരുന്നത്. അദ്ദേഹത്തെ എന്തിന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആകണം? കേരളത്തിൽ എത്ര IAS ഓഫീസർമാരുണ്ട്? അദ്ദേഹത്തെ തന്നെ കൊണ്ട് വെച്ചത് എന്തിനാണ്? BJPക്ക് വേണ്ടിയിട്ടാണ് എന്ന സംശയം ഇവിടെ ഉയരുന്നുണ്ട്. അതോടൊപ്പം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പാടിയത് 2 വരിയല്ല പാടിയത്, മുഴുവൻ പാടി. എനിക്കൊന്നും അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സത്യത്തിൽ പൊതുഭരണ വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും, അന്ന് മുഖ്യമന്ത്രിയില്ല, നിയുക്ത മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും അതോടൊപ്പം ലോക് ഭവനുമായി ബന്ധപ്പെട്ട് ചടങ്ങുകൾ സംഘടിപ്പിക്കേണ്ടത്, കാര്യപരിപാടി നിശ്ചയിക്കേണ്ടതെല്ലാം പൊതുഭരണ വകുപ്പാണ്. എല്ലാം അറിയാമായിരുന്നു VD സതീശനെ. പക്ഷേ അദ്ദേഹം പച്ചക്കള്ളം പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തത്, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനെ ഓർമ്മയുണ്ടാകുമല്ലോ. RSSന്റെ അജണ്ട, BJPയുടെ അജണ്ട വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം കേരളത്തിൽ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ് എന്ന് നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ ലീഗൽ അഡ്വൈസറായി പ്രവർത്തിച്ച ആൾ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറലായി വരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് രാജു ബാബു. വേറെ എത്ര അഭിഭാഷകരുണ്ട്? കോൺഗ്രസിന് വേണ്ടി, UDFന് വേണ്ടി നിരന്തരം ഹൈക്കോടതിയിൽ വാദിക്കുകയും കേസെടുക്കുകയും കേസ് നോക്കുകയും ഒക്കെ ചെയ്ത
അഭിഭാഷകരുണ്ട്, മുതിർന്ന അഭിഭാഷകരുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് BJP ഗവർണറുടെ അഡ്വൈസറെ തന്നെ എന്തിന് അഡ്വക്കേറ്റ് ജനറലായി നിയമിച്ചു എന്ന ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് VD സതീശൻ്റെ മംഗലാപുരം യാത്ര. എന്തിന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് NDA നേതാവിനെ കാണാൻ, അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റിനെ കാണാൻ മംഗലാപുരത്തേക്ക് ചാർട്ടേഡ് വിമാനത്തിൽ യാത്ര ചെയ്തു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം രത്തൻ യു ഖേൽക്കറിൻ്റെ നിയമനത്തിലുണ്ട് എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന്, തലസ്ഥാനത്ത് നിന്ന്, സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ നമ്മോട് പറയുന്നത്. എന്ന് വെച്ചാൽ അടിമുടി ദുരൂഹമാണ്. BJPക്ക് വേണ്ടിയുള്ള ഈ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. VD സതീശൻ അതിൻ്റെ മുഖ്യ കാർമ്മികനായി നിൽക്കുന്നു. എന്ന് വെച്ചാൽ അടിമുടി ദുരൂഹമാണ് കേരളത്തിലെ സർക്കാരിൻ്റെ പ്രവർത്തനം. BJPക്ക് വേണ്ടി BJPയുടെ അജണ്ട നടപ്പാക്കുന്ന സർക്കാരായി മാറിയിരിക്കുന്നു VD സതീശൻ സർക്കാർ എന്ന് സംശയിക്കേണ്ടി വരുന്നു. BJPക്ക് വേണ്ടി കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ഭരണമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത്, സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറയുന്നത്, എവിടെ പോയി ജമാഅത്തെ ഇസ്ലാമി, എവിടെ പോയി മുസ്ലിം ലീഗ് നേതാക്കൾ, എന്താണ് നിങ്ങൾ ഇതേക്കുറിച്ച് ഒന്നും പ്രതികരിക്കാത്തത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നല്ലെങ്കിൽ നാളെ മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതാക്കൾ പറയേണ്ടി വരും. ഇത്തരം നീക്കങ്ങൾക്കെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു കലാപം ഉണ്ടാകാൻ സാധ്യത അടുത്തു തന്നെ ഉണ്ടാകും, ഒരു സംശയവും വേണ്ട.